ഹായ്, വെൽക്കം ടു ഡിവൻ ഡ്രോപ്സ്. ഇന്ന് ഞങ്ങളുടെ ഒരു അവധി ദിവസമാണ്. അപ്പം സാധാരണയായിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങിയിട്ട് ഒന്ന് നടക്കാനായിട്ട് പുറത്തൊക്കെ പോകും. അപ്പോൾ ഇന്ന് അതൊക്കെ കാണിക്കാം, സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും ട്രെയിൻ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഒരെണ്ണം ട്രെയിൻ വെയിറ്റ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഒന്ന് പോയി. അപ്പം ഞങ്ങൾ കോഫിയൊക്കെ 2 ഫ്ലാസ്കിലാക്കിയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത് ഞങ്ങൾ പെയ്യെ നടക്കും. ചിലപ്പം ആഫ്റ്റർ ഡിന്നർ കഴിഞ്ഞിട്ടായിരിക്കും നടക്കുന്നത്. ചിലപ്പോഴിതുപോലെ ഉറങ്ങി എണീച്ചിട്ട് കോഫിയൊക്കെ ആയിട്ട് നടക്കും. അപ്പം ഇങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടേയിരിക്കുവാണ്. അത് മിനിറ്റിന് ഇങ്ങനെ ട്രെയിൻ വന്നും പോയിരിക്കും, അത് മൈൻഡ് ചെയ്യണ്ട. അപ്പം ഞാൻ സറൗണ്ടിങ്സ് ഒക്കെ കാണിക്കാം. ഇന്ന് വേലിയേറ്റ ദിവസമാണ്. അപ്പം മീൻ പിടിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. എനിക്കങ്ങനെ മീൻ പിടിക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് അല്ല ഞങ്ങൾക്ക് രണ്ടിനും, പക്ഷേ ഞാനത് കാണിച്ചു തരാം. ഇത് കണ്ടോ, അകത്തോട്ടൊരു കടൽപ്പാലം പോലെ കിടക്കുന്നത്. അവിടെ നമുക്ക് അതിലേക്കൂടെ നടക്കാം. ആ സൈഡിൽ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്. വേലിയേറ്റ സമയത്ത് ധാരാളമായിട്ട് മീൻ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഈ സമയത്താണ് മീൻ പിടിക്കാനായിട്ട് വരുന്നത്. ഞാൻ കാണുവാണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങൾക്കത് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിതുവരെ ചൂണ്ടയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ മുമ്പോട്ട് നടക്കുവാണ്. ഇടയ്ക്ക് അവിടെ കുറച്ച് ഇരിക്കാനായിട്ട് കസാരകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ. ഇനി അങ്ങോട്ട് നടക്കാം. ദേ അടുത്ത ട്രെയിൻ അത് പോയി. ഓക്കെ, ഇനി ഞാൻ കുറച്ച് വ്യൂസ് കാണിച്ചു തരാം. അങ്ങേ സൈഡ് അവിടെ നമുക്ക് കുറച്ച് ബോട്ടൊക്കെ ആ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മലയിലൊക്കെ നമ്മൾ നേരത്തെ കയറിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ മാറിയിരുന്ന സമയത്ത് 2 കുഞ്ഞു പ്രാവുകൾ അവിടെ ഇരിപ്പുണ്ട്. അവർ നന്നായിട്ട് സ്നേഹിക്കുവാണ്. ഞാൻ അവരെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ ഒളിച്ച് നിന്ന് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പം അവർ നമ്മുടെ കയ്യിലോട്ട് നോക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുഴലപ്പം ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കടയിൽ പോയപ്പം വാങ്ങിച്ചതാണ്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നത് കഴിക്കുവാണ്. അപ്പോൾ ചെറിയൊരു പീസ് അവർക്കും കൊടുക്കാം. അവർ നമ്മുടെ കയ്യിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചെറിയൊരു പീസ് അവർക്കും കൊടുത്തു. ഞങ്ങൾ ആ കസേരയിൽ കുറച്ച് നേരം ഇരുന്നു. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ജോഗിങ് ചെയ്യുന്നുണ്ട്, പട്ടീനെയും കൊണ്ടൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്. പറ്റുന്ന വിഷ്വൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നേരം വളരെ വൈകിയാണ് സൂര്യനൊക്കെ അസ്തമിക്കുന്നത്. ഇപ്പം ഒരു 7:30 ആയിട്ടുണ്ട് ഓൾറെഡി, പക്ഷേ സ്റ്റില്ല് ലൈറ്റുണ്ട്. ഒരു 9:30 ഒരു 10 ഒക്കെ ആകുമ്പം കംപ്ലീറ്റ് ലൈറ്റ്സ് ഇല്ലാതാവും. പക്ഷേ വെളുപ്പിനെ സൂര്യൻ ഉദിച്ച് നിൽക്കും ഒരു 4 മണിയാകുമ്പം. അപ്പം നമ്മൾ 4 മണിയാകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി എണീക്കും. ഇതാണ് ഞങ്ങളുടെ സറൗണ്ടിങ്സ്. ഒരു കുഞ്ഞു വില്ലേജാണ്. പീസ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഇതൊരു ഇമ്പോർട്ടൻ്റ് പ്ലേസാണ് കേട്ടോ. ഈ സ്ഥലത്തെ ഒരു ബ്രൂക്കാണ്, ചെറിയൊരു തോട് പോലെ ഒരു ഇത്. അത് വന്ന് സംഗമിക്കുന്നത് കടലിലാണ്. ആ കടലിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം കുറച്ച് താറാവുകളാണത്. അപ്പം ഇവിടെ താമസിക്കുന്ന ഈ ബ്രൂക്കിൽ ഓൾറെഡി വളർത്തുന്നുണ്ട്. കുറേ താറാവിനെയും ബ്ലാക്ക് സ്വാനിനെയൊക്കെ വളർത്തുന്നുണ്ട്. അവിടുന്ന് ചാടിപ്പോകുന്ന താറാവുകളാണ് ഈ കടലിലുള്ളത്. ഈ പാറക്കെട്ടിൻ്റെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ അവർ കൂടുകൂട്ടി താമസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സറൗണ്ടിങ്സൊക്കെ കാണിക്കാൻ കണ്ട ചെങ്കല്ലാണ്, കുഞ്ഞു കുഞ്ഞു മലകളും. അവിടെ നിന്ന് കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട്. നമുക്കിനി മണ്ടയ്ക്കോട്ട് കയറി പോവുകയാണെങ്കിൽ ഈ ഫുള്ള് വ്യൂ കാണാൻ പറ്റും. ഇതേ അങ്ങോട്ടൊരു ട്രെയിൻ പോകുന്നുണ്ട് ഇപ്പം തന്നെ. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ 360 ഡിഗ്രി ആയിട്ടുള്ള എല്ലാ വ്യൂസും നമുക്ക് കിട്ടും. ഉണ്ടോ അവിടെ കണ്ടോ, ഇരിക്കാനുള്ള ചെറിയ ചെറിയ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ആ സൈഡ് കണ്ടോ, ആ മല, ഈ മലയുടെയൊക്കെ ഇടയിൽ കൂടെ
കേവുകളുണ്ട്, അതായത് തുരങ്കം. അതിലൂടെയാണ് ഈ ട്രെയിൻ പാസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ നേരത്തെ പോയിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ മലയിൽ കൂടെ നടക്കുന്നതും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പിന്നെ ഇതൊരു സാൻഡി ബീച്ചാണ്, മണൽപ്പരപ്പ്. സാധാരണയായിട്ട് ഇവിടെ അങ്ങനെ മണലിലുള്ള ബീച്ചൊന്നും ഇല്ല, പക്ഷേ ഇത് സ്പെഷ്യലാണ്. അപ്പം നടക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ, ബാലൻസ് ഉള്ള സ്ഥലങ്ങൾ മൊത്തം കടൽ ഭിത്തി കെട്ടിയേക്കുവാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ നമുക്ക് സാൻഡൊന്നുമില്ല ഇവിടെ. അപ്പം ഇവിടെ കുറച്ച് സ്ഥലത്ത് സാൻഡുണ്ട്, നമുക്ക് നടക്കാം. പട്ടീനെയും കൊണ്ടൊക്കെ കളിപ്പിക്കാനായിട്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അവിടെയും നമുക്ക് ഇരിക്കാനായിട്ട് ചെയറുണ്ട്, ഒരു ചെറിയ കോഫി ഷോപ്പുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ചെറിയ വീടുകളായിട്ട് അത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ കുളിക്കാനൊക്കെ പോകണമെങ്കിൽ ചിലരൊക്കെ ഓൺലൈനിൽ അത് ബുക്ക് ചെയ്തിട്ട് പോയി കുളിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം, കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്യേണ്ടത്. ഇത് അപ്പർ സൈഡാണ്, എക്സ്മൗത്ത്, ഡോളിഷ്വാരൻ അങ്ങനെയൊക്കെയുള്ള പ്ലേസാണ്. ഇത് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരു മലയാളി ഫാമിലീനെ കണ്ടു. അവർ മീൻ പിടിക്കാൻ ഞങ്ങളുടെ സിറ്റിയിൽ നിന്ന് വന്നതാണ്. അപ്പം ആ ചേട്ടൻ ഒരു ചൂണ്ടയൊക്കെ ആയിട്ടാണ് വന്നത്. അവർക്ക് നേരത്തെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിലേക്കൂടെ വീണ്ടും ഇതാണ്ടാവും ട്രെയിൻ പോകുന്നത്. ആ ചേട്ടനാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ് എങ്ങനെ അതിൻ്റെ ഹുക്ക് ഇടുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. അച്ചാച്ചൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടിരുന്ന് കേൾക്കുവാണ്. അവർക്കൊരു കുഞ്ഞു ആവുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമുക്ക് മുമ്പോട്ട് പോകാം, കാരണം എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്യണം. ചിലപ്പം നോക്കുവാണെങ്കിൽ വീണ്ടും അടുത്ത ട്രെയിൻ വരും. ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്, അതിലേ കൂടെ നടക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഇപ്പം ഒരു 8:30 ഒക്കെ ആയിട്ടോ, പക്ഷേ സ്റ്റില് സൺ അവിടെ തന്നെ ഉണ്ട്. അടുത്ത ട്രെയിൻ റെഡി ആയിട്ടിരിക്കുന്നു വരാനായിട്ട്, അതും കൂടെ പോട്ടെ. അങ്ങനെ അത് പോയി. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം കാണിച്ചിടാം. ഇതുകൊണ്ട് ആ ബിൽഡിങ് ഉണ്ടോ, അത് പണിഞ്ഞിരിക്കുന്നത് 1880-ലാണ്. ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല ആ സമയത്ത്. സ്റ്റിൽ അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഐ ഡോണ്ട് നോ, ബട്ട് ഇവിടെ ഒരുപാട് ബിൽഡിങ് ഇതുപോലെ പഴയതുണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു ഗാർഡനാണ്, കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വന്നിരിക്കാൻ പറ്റും. അവിടെ ഒരു ഐസ്ക്രീം പാർലറുണ്ട്, കോഫി ഷോപ്പുണ്ട്. അങ്ങനെ ഞങ്ങളുടെ നടപ്പൊക്കെ ഏകദേശം തീർന്നു. ഇനി വീട്ടിൽ പോവാം. ജസ്റ്റ് ഈ സറൗണ്ടിങ്സ് ഒന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പം ഞാനവിടെ ഈ ഒരു പ്ലെയിൻ പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, കണ്ടോ? അപ്പം പ്ലെയിൻ പോകുന്നത് കണ്ടപ്പം നാട്ടിലെ ഓർമ്മകളൊക്കെ വന്നു. അപ്പം നമുക്ക് ഒരു ദിവസം നാട്ടിൽ പോകണം. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താഴെ കൂടെ വണ്ടികളൊക്കെ പോകുന്നു, ട്രെയിൻ പോകുന്നു, മുകളിൽ കൂടെ പ്ലെയിൻ പോകുന്നു. ഓക്കെ, ബായ്.